കുലകൾ പോലെ കാഴ്ച നിൽക്കുന്ന ഈ സംഭവമാണ് കുരുമുളക്, അതല്ലെങ്കിൽ കുറ്റിമുളക്. ഇതാണ് പെപ്പർ തെക്കൻ എന്ന് പറഞ്ഞ പെപ്പർ തെക്കൻ. മുന്തിരിക്കുലകൾ പോലെ ഇങ്ങനെ ഉണ്ടായി 1000 മണി എന്ന് ഇതിനെ പറയാറുണ്ട്. 1000 മണിയുള്ള കുരുമുളകെന്നും പറയാറുണ്ട്. ഇതിൻ്റെ തൈ ഇത് നമ്മൾ തൈ മേടിച്ച് വെച്ചാൽ ഇതൊരു 6 മാസം കൊണ്ട് തന്നെ ഇത് കായ്ക്കും. 6 മാസം വേണ്ട, അതിന് മുമ്പായിട്ട് കായ്ക്കും. ഇഷ്ടംപോലെ ഇതുപോലെ നിറച്ച് കായ്ക്കും. അതായത് ഇതിന് എന്തെങ്കിലും മറ്റുള്ള കുരുമുളകിൽ നിന്നൊരു വ്യത്യസ്തത ഉണ്ടോ? പറഞ്ഞാൽ ആ മണിയെ കഴിഞ്ഞും കൂടുതൽ മണി ഇതിനുണ്ടെന്നുള്ളൂ. മണി ഉണ്ടെന്നുള്ളത്. പിന്നെ ക്വാളിറ്റിയിൽ അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തത? ഒരു വ്യത്യാസമില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ്. നല്ല അതേ ഗ്രേഡിലും അതേ ക്വാളിറ്റി തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ? ഒരു മാറ്റവും. പക്ഷേ ഇത് കാണാൻ തന്നെ രസമുണ്ട്. അപ്പോൾ നമ്മൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ, മറ്റുള്ളതെല്ലാം ഒരു ഒറ്റ ഇതിൽ നിൽക്കുന്നതാണ്. ഇതൊരു മുന്തിരിക്കുലകൾ പോലെ കുറേ എണ്ണം ഒരുമിച്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിന് സാധാരണ കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം ഗ്രേഡിലോ ക്വാളിറ്റിയിലോ മണത്തിലോ എന്തെങ്കിലും കാര്യത്തിൽ വ്യത്യാസമില്ല. ഇല്ല. അതിനേക്കാൾ മേന്മയുണ്ടോ? അതിനേക്കാൾ മേന്മയാണ്. അപ്പൊ നമുക്കിത് ചെറിയൊരു പരിമിതമായ സ്ഥലത്ത് ആർക്ക് വേണമെങ്കിലും നടാവുന്നുള്ളൂ അല്ലേ? നമ്മള് ഇതിന് വലിയ വെയിലും വേണ്ട, ഷെയ്ഡിൽ കായ്ക്കുകയും ചെയ്യും നല്ലപോലെ. ഇത് നമ്മൾ ഇതുപോലെ ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണോ? സുഹൃത്തുക്കളെ, നമുക്ക് ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാനോ ഇതിനെക്കുറിച്ച് അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ രവിയേട്ടനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ രവിയേട്ടനെ പോലെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ തന്നെ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.